ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാണിജ്യവാതക സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുന്നു. വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. ചിമ്മിനിയിൽ വനം വകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ആനയുടെ ആക്രമണം ഫയർ ലൈൻ ജോലിക്കായി വനത്തിലെത്തിയപ്പോൾ. നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPM മത്സരാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്ന കോൺഗ്രസ് കണക്കുകൂട്ടൽ. നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായേക്കും. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിശദമായ വാർത്തയിലേക്ക്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് താഴ്വീഴുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നിലവിൽ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ ലഭ്യതയെ വളരെ അധികമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കൂടുതലും ഹോട്ടൽ ഉടമകളെ തന്നെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ജില്ലയിലെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം ഇപ്പോൾ കട പൂട്ടേണ്ട അവസ്ഥയാണ്. ഓൾറെഡി തൃശ്ശൂരത്ത് ഒരു 20% കടകളും ഭക്ഷണങ്ങളില്ലാതെ തുറന്നു വെച്ചിരിക്കുകയാണ്. പല ഹോട്ടലുകളും ലഘുഭക്ഷണങ്ങളും കാപ്പിയും ചായയിലും ഒതുക്കി മെനു വെട്ടിക്കുറിച്ചിരിക്കുകയാണ്. മിക്ക ഹോട്ടലുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലിക്കായുള്ളത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തൊഴിലാളികളെ തിരിച്ചയച്ചാൽ പിന്നീട് തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ള പ്രതിസന്ധിയും ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവെക്കുന്നു. നാളെ ഇത് ഫുള്ളായിട്ട് അടച്ചിടുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾ പോയിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ സ്റ്റാഫുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിറകടുപ്പുകൾ ഉപയോഗിക്കുക എന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിക്ക കടകളും. തുറസായ സ്ഥലങ്ങളിൽ അല്ലാത്തതുമൂലം പുകയുയരുന്നത് മറ്റ് സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. സോളാർ അടുപ്പുകൾ ചിലവേറിയതാണെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപ് വരെ നമുക്കിവിടെ സ്റ്റാഫുകൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ചോറ് മാത്രം വെച്ചിരുന്നു വിറകില്. അത് അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് പുക വന്നു എന്നുള്ള കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ പുക ഉള്ളതുകൊണ്ട് ഗ്യാസ് തന്നെ ഉപയോഗിക്കണം. ഗ്യാസിലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഗ്യാസ് അല്ലാതെ വേറൊരു സംവിധാനം എന്ന് പറയാനുള്ളത് സോളാറോ അല്ലെങ്കിൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതിനൊക്കെ വലിയ കറണ്ടും അതിനുള്ള സംവിധാനങ്ങളും സ്വന്തം ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാവർത്തികമുള്ളൊന്നും എളുപ്പമുള്ള കേസല്ല. കാരണം അത്രയധികം ചെലവുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചിട്ടാലും വാടക നൽകേണ്ടതുണ്ട്. സിലിണ്ടറുകൾ ഒട്ടും ലഭിക്കാത്ത സാഹചര്യമായതിനാൽ പൂർണ്ണമായി അടച്ചിടൽ തന്നെയാണ് ഏകമാർഗമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. വാണിജ്യവാതക സിലിണ്ടർ നിയന്ത്രണം തുടർന്നാൽ സംസ്ഥാനത്ത് വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. മുൻകൂട്ടി ബുക്കിംഗ് ഏറ്റെടുത്തിരുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ സിലിണ്ടർ ലഭിക്കാത്തതിനാൽ ആശങ്കയിലാണ്. സംസ്ഥാനത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് കേറ്ററിംഗ് മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കി. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എണ്ണ കമ്പനികളും ഇടപെടണമെന്നും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. PM ഷമീർ, ബാലൻ കല്യാണി, AP പോൾസൺ, സുനിൽ കുമാർ, U സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. മംഗലം ഡാമിന്റെയും ചിമ്മിനി ഡാമിന്റെയും അതിർത്തി പ്രദേശമായ ഒളകര കവയിലായിരുന്നു സംഭവം. ഫയർ ലൈൻ ജോലിക്കായി പോയ 6-അംഗ സംഘത്തിന് നേരെയാണ് പിടിയാനയുടെ ആക്രമണമുണ്ടായത്. ആനയുടെ മുന്നിലകപ്പെട്ട സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂർ ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ച നിലയിൽ കുമാറിനെ കണ്ടത്. കൂടെയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിന്നി, ശ്രീജിത്ത്, വാച്ചർമാരായ ഫാരിസ്, വിപിൻ, അനീഷ് എന്നിവർ ചേർന്നാണ് കുമാറിനെ കാടിന് പുറത്തെത്തിച്ചത്. വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
നാട്ടികയിൽ സി മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. സി മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിനോട് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വിയോജിപ്പ് അറിയിച്ചു. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്നും അത് UDF സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതോടെ നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായിരിക്കും. ഇതേസമയം നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിലാണ് സി മുകുന്ദൻ. ആര് സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ മത്സരിക്കുമെന്ന് സി മുകുന്ദൻ ആവർത്തിച്ചു. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. SNDP യോഗം ഡയറക്ടർമാരെയും അയോഗ്യരാക്കി. കണക്കുകൾ ഹാജരാക്കാത്തതാണ് കാരണം. വിമത വിഭാഗം നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. MK സാനു മാസ്റ്റർ അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. 3 വർഷമായി ഓഡിറ്റ് അക്കൌണ്ട് ഹാജരാക്കിയിരുന്നില്ല. NDAയുടെ തൃശൂർ നിയോജക മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചുവരെഴുത്ത് നടത്തി. ശക്തൻ നഗർ KSRTC റോഡിലെ മതിലിൽ താമര ചിഹ്നം വരച്ചാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ KR ഹരി, രഘുനാഥ് C മേനോൻ, പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, AV കൃഷ്ണമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടനം താന്യം പഞ്ചായത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ സെക്രട്ടറി EP ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അനിശ്ചിതകാല സമരം ചെയ്യുന്ന നഴ്സുമാരുമായി ചർച്ചയ്ക്ക് തയ്യാറായി സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. സമരം വടക്കൻ കേരളത്തിൽ ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതേസമയം യോഗ്യതയില്ലാത്തവരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച് ശസ്ത്രക്രിയ വരെ നടത്തുന്ന മാനേജ്മെന്റുകൾ രോഗികളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് UNA കുറ്റപ്പെടുത്തി. സമരത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ അഭ്യർത്ഥന. തൃശൂർ സ്വരാജ് റൌണ്ട് BMBC നിലവാരത്തിൽ പുനരുദ്ധരിക്കുന്നതിന്റെ ഉദ്ഘാടനം മേയർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TR സന്തോഷ്, അഡ്വക്കേറ്റ് ജേക്കബ് പുലിക്കോട്ടിൽ, കൌൺസിലർ രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ശ്രമകരമായ ദൗത്യമല്ല. പ്രയോറിറ്റി ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കണം. ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വർഷം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന പാച്ച് വർക്ക് അല്ലാതെ എന്താണ് അവർ ചെയ്തത്? പൈങ്കുളം റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ സാമ്പത്തിക ആഘാത പഠനത്തിന് ഉത്തരവായതായി K രാധാകൃഷ്ണൻ MP അറിയിച്ചു. കളമശ്ശേരിയിലെ രാജഗിരി ഔട്ട്റീച്ച് സർവീസ് സൊസൈറ്റിയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മേൽപ്പാലം വരുന്നതോടെ ഷൊർണൂർ, വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് ഒഴിവാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയായി ലൈഫ് മിഷൻ മാറിക്കഴിഞ്ഞുവെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പ്രഖ്യാപനവും നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ലൈഫ് മിഷൻ കോർഡിനേറ്റർ V ആന്റണി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PS വിനയൻ, ഷീല ജോർജ്, KR മായ, VI സജിത, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കാലത്തായി 6,04,046 കുടുംബങ്ങളുമായി ഗുണഭോക്താക്കളുമായി എഗ്രിമെന്റ് വെച്ച് ഏനാമാവ് റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണലൂർ പുത്തനങ്ങാടി സ്വദേശി ചിന്നാപ്പള്ളി ആൻഡു മകൻ 44 വയസ്സുള്ള റിജുവാണ് മരിച്ചത്. മീൻ പിടിക്കാനായി ഫേസ് കനാലിൽ ഇട്ടിരുന്ന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വല്ലൂർ കുറുവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്ത് നിന്ന് കോട്ടപ്പടിയിലേക്ക് റോഡ് പണിക്ക് ആവശ്യമായ കോൺക്രീറ്റ് മിക്സുമായി പോവുകയായിരുന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ലോറി അരികിലേക്ക് മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറി ഉണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഡിജിറ്റൽ റീസർവേ ഉപകരണങ്ങൾ വാങ്ങിയതിൽ 364 കോടിയുടെ അഴിമതി ആരോപിച്ച് മന്ത്രി കെ രാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ മണ്ണുത്തി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മണ്ണുത്തി പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ഷാജി കോടങ്ങണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ റീസർവേ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ മന്ത്രി രാജൻ ജയിലിൽ പോകുമെന്ന് ഷാജി കോടങ്ങണ്ടത്ത് പറഞ്ഞു. UDF ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ TF സിജു, K അബ്ദുൾ അസീസ്, സജീവൻ കുരിയച്ചിറ, ബിന്ദു കാട്ടുങ്ങൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ബിനു വർഗീസ്, സേതു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപകരണങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഡിജിറ്റൽ റീസർവേ നടത്തുവാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഇത് മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചതിനെതിരെ വിജിലൻസിൽ പരാതി. ഒന്നാം നിലയ്ക്ക് ഗോവണി ഉൾപ്പെടുത്താതെ നിർമ്മിച്ചതിനെതിരെയാണ് പരാതി. വിജിലൻസ്, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവർക്കാണ് മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകിയത്. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം TCV വാർത്ത നൽകിയിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് ആരോപണം. ഗോവണി ഇല്ലാത്തതിനാൽ ഒന്നാം നില കെട്ടിടം ഉപയോഗിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. പിന്നീട് അധിക പദ്ധതിയായി പണം ചെലവഴിച്ചാണ് ഇരുമ്പുകൊണ്ടുള്ള ഗോവണി നിർമ്മിച്ചത്. കൂടാതെ നിർമ്മാണം കഴിഞ്ഞ മുറിയുടെ 2 ഭിത്തികൾ പൊളിച്ചാണ് പുതിയ വാതിലും വഴിയും ഒരുക്കിയതെന്നും പരാതിയിൽ പറയുന്നു. പുതുക്കാട് മണ്ഡലത്തിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നെല്ലായിയിൽ ചുമരെഴുത്ത് നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ദേവൻ, BJP തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ A നാഗേഷ്, രാമദാസ് വയലൂർ, BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ എന്നിവർ സന്നിധരായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പാസാക്കി. ദേവസ്വം ബോർഡിന് കീഴിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും ആരംഭിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനും ഓൺലൈൻ ഫയലിംഗ് സംവിധാനവും കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 2 കോടി വകയിരുത്തി. CCTV സംവിധാനം വിപുലപ്പെടുത്തുന്നതിനും 2 കോടി വകയിരുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, KP അജയൻ, P ബിന്ദു, ബാബു VM, K സുനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മറ്റത്തൂരിലെ കിഴക്കൻ വനമേഖലയിലുള്ള ശാസ്താപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് പുതിയ പദ്ധതി വേണമെന്ന ആവശ്യമുയരുന്നു. 2 ഉന്നതികളിലും ലക്ഷങ്ങൾ മുടക്കി കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വേനൽ രൂക്ഷമായാൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചാണ് ജലക്ഷാമം താൽക്കാലികമായി പരിഹരിക്കുന്നത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 6 കിലോമീറ്ററോളം അകലെയുള്ള ശാസ്താംപൂവം വനപ്രദേശത്താണ് കാടർ വിഭാഗക്കാർ താമസിക്കുന്ന ആനപ്പാന്തം ഉന്നതിയുള്ളത്. 70ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 12 വർഷം മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു. ഉന്നതിയിലെ ഉയർന്ന ഭാഗത്ത് ജലസംഭരണി നിർമ്മിച്ച് മുഴുവൻ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ വേനൽ കടുത്താൽ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നു പോകുന്നതോടെ പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭ്യമല്ലാതാകും. അധികൃതർ ടാങ്കറുകളിൽ എത്തിച്ചു നൽകുന്ന വെള്ളമാണ് പിന്നീട് മഴക്കാലം വരെ ഇവർക്ക് ആശ്രയം. ശാസ്താംപൂവത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കാരിക്കടവ് ആദിവാസി ഉന്നതിയിലും വേനൽക്കാലമായാൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. മലയർ വിഭാഗക്കാരായ 15 കുടുംബങ്ങളാണ് കാരിക്കടവ് ഉന്നതിയിലുള്ളത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്പിളിപ്പുഴയോരത്തുള്ള ഈ ഉന്നതിയിൽ കുടിവെള്ളത്തിനായി 2 വലിയ കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വേനലിൽ പുഴ വറ്റി വരളുന്നതോടെ കിണറുകളിൽ ജലനിരപ്പ് താഴും. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആശ്രയിച്ചു പോരുന്നത്.
ഈ സാഹചര്യത്തിൽ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി 2 ഉന്നതകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം. വെള്ളിക്കുളം വലിയ തോടിന് സമീപത്തായി പമ്പിംഗ് സ്റ്റേഷനും 7 കിലോമീറ്ററോളം നീളത്തിൽ വനഭൂമിയിലൂടെ പൈപ്പ് ലൈനും സ്ഥാപിച്ചാൽ ഉന്നതകളിൽ വർഷം മുഴുവൻ സമൃദ്ധമായി ശുദ്ധജലം എത്തിച്ചു കൊടുക്കാനാകും. അതല്ലെങ്കിൽ ഉന്നതകൾക്ക് സമീപം വറ്റാത്ത ജലസ്രോതസ് നിർമ്മിച്ച് പമ്പിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു. വാഴകൾ, തെങ്ങിൻ തൈകൾ, കൗങ്ങിൻ തൈകൾ, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. രാമചന്ദ്രൻ ചിറ്റേഴത്ത്, വടക്കേ തലയ്ക്കൽ കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന കാരയിൽ ഷൺമുഖദാസ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിവിധ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. CPM-ന്റെ ആദ്യകാല നേതാക്കളും വീടുകളും ആരാധനാലയങ്ങളുമാണ് സന്ദർശിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പരക്കാട് APS സ്കൂളിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പും കൈമാറ്റം ചെയ്യാൻ കപ്പൽപ്പള്ളി സ്ഥാപനങ്ങളുടെ മാനേജറായ ഫാദർ റോയ് ജോസഫ് വടക്കന് നൽകിയ അനുമതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് റദ്ദാക്കിയതായി പരാതിക്കാരനായ എറവ് സ്വദേശി രതിലാൽ അറിയിച്ചു. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതുവരെ താൽക്കാലിക മാനേജർ പദവി AEOയ്ക്കായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഫാദർ റോയ് ജോസഫ് വടക്കൻ, APSലെ അധ്യാപികയായിരുന്ന CG കൊച്ചുത്രേസ്യ എന്നിവർക്കെതിരെയാണ് രതിലാൽ പരാതി നൽകിയിരുന്നത്. അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജെയ്സൺ ഐനിക്കൽ, റെനിൻ ചന്ദ്രൻ കുറുവത്ത് എന്നിവരും പങ്കെടുത്തു. പരിശുദ്ധ റംസാന്റെ 21ാം ദിവസവും അന്തിക്കാട് മഹൽ കമ്മിറ്റി ജീരക കഞ്ഞി വിതരണം നടത്തി. റംസാൻ 1-ന് ആരംഭിച്ച കഞ്ഞി വിതരണം ചെറിയ പെരുന്നാൾ വരെ തുടരും. 200ഓളം പേർക്കാണ് ദിവസവും കഞ്ഞി വിതരണം ചെയ്യുന്നത്. മഹൽ കമ്മിറ്റി സെക്രട്ടറി KK അബ്ദുൽ സലാം, കമ്മിറ്റി ഭാരവാഹികളായ പുഴങ്കരയിലത്ത് അബ്ദുൽ ഖാദർ, സൈനുദ്ദീൻ പട്ടാട്ട്, റാഫി കുഞ്ഞിക്ക, ജഷീർ അറക്കവീട്ടിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി യുവജന ഗ്രൂപ്പുകൾക്കുള്ള വാദ്യോപകരണങ്ങളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷം രൂപയ്ക്കുള്ള വാദ്യോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലിജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മേനക, VR ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് BJP ഭരണസമിതി ബഡ്ജറ്റ് അലങ്കോലമാക്കിയെന്നാരോപിച്ച് കോൺഗ്രസ്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇല്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ കരട് രേഖ കീറിയെറിഞ്ഞു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ, പഞ്ചായത്ത് അംഗം ജാഫർ പരുത്തിപ്ര എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 1 പവന് 1,18,960 രൂപയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും ഡോളർ കരുത്താർജിച്ചതിലും പലിശ നിരക്കുകളിലെ മാറ്റവുമാണ് വില കുറയാൻ കാരണമായത്. ജനുവരിയിൽ രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡായ പവന് 1,31,160 രൂപ എന്ന നിരക്കിൽ നിന്നാണ് സ്വർണ്ണവില താഴേക്ക് വരുന്നത്. ദേശീയ യോഗാ താരവും വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അർജുനന് നാഷണൽ സർവീസ് സ്കീം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, കൌൺസിലർ KV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി സഹോദര കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കൂരിക്കുഴി ബാബുൽ ഉലൂം മദ്രസ പ്രധാന അധ്യാപകൻ അബ്ദുൾ റഷീദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് PA ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KK സക്കറിയ, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, കലാസമിതി സെക്രട്ടറി KN പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളെല്ലാവരും ഒരു ഉമ്മ, ഇതൊരു
തീരെ ഉയർച്ചയില്ലാതെ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ 75 വർഷങ്ങൾ കല്ലൂർ സ്വദേശി റാഫി ജോസ് കോമയിലായത് തൃശൂർ ദയ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് ആരോപിച്ച് ശനിയാഴ്ച ആശുപത്രിയിലേക്ക് കല്ലൂർ പൌരസമിതി മാർച്ച് നടത്തും. തുടർന്ന് ജനപ്രതിനിധികളുടെ ഉപവാസവും സംഘടിപ്പിക്കും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക, കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. വാർത്താ സമ്മേളനത്തിൽ റാഫിയുടെ ഭാര്യ ബിൻസി, ജെറോൺ ജോൺ, ബിൻസി ജോസ്, പി ഡി ലിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപക പരിശീലന രംഗത്തെ കലാലയമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കോളേജിന്റെ 80ാം വാർഷികം ശനിയാഴ്ച ആഘോഷിക്കും. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടകരായ PV ഹാപ്പി, റിൻസിമോൾ, സെബാസ്റ്റ്യൻ, AK ഡിക്സൺ, മുരളി പൊറനാട്ടുകര, യു ശ്രീനാഥ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യാത്രിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൊബൈൽ ഫോട്ടോ പ്രദർശന മത്സരത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഇതോടനുബന്ധിച്ച് യാത്രികരുടെ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ 2 വിഭാഗങ്ങളിലായാണ് ഫോട്ടോ പ്രദർശനവും മത്സരവും നടക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ രാജൻ തലൂർ, ജഷിൻ പാലത്തിങ്കൽ, K വിജയരാഘവൻ, ബിന്ദു വാലിപ്പറമ്പിൽ, TB ജഗതി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൂങ്കുന്നം സെന്റ് ജോസഫ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ റിനി മുണ്ടൻകുര്യൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈകാരന്മാരായ ബെന്നി ചീരങ്കുഴി, ഷാബു താഴത്ത്, ഷൈജു മാളക്കാരൻ, തിരുനാൾ ജനറൽ കൺവീനർ കുര്യൻ മുട്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 6-നാണ് ഊട്ടുതിരുനാൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ടഗ് ഓഫ് വാർ മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കൊടകര സഹൃദയ കോളേജ് ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ തുടർച്ചയായി 4ാം വർഷവും വനിതാ വിഭാഗത്തിൽ 3ാം വർഷവുമാണ് സഹൃദയ കോളേജ് വിജയികളാകുന്നത്. സഹൃദയ കോളേജിൽ നടന്ന മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ G ബിബിൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ സമ്മാനദാനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറി ഷാൻ മുഹമ്മദ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്ക് പ്രവാസി വ്യവസായി ഷാജു സൈമൺ, വ്യാപാരി ഡർബി എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ പരിചരണ ഉപകരണങ്ങൾ കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേറ്റുവ പടിഞ്ഞാറെ മഹിളറ പള്ളിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മഹൽ ഖത്തീബ് സലീം ഫൈസി, പ്രസിഡന്റ് ഉബൈദുള്ള അലി, സെക്രട്ടറി NM അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്ഹാഖ് തോട്ടുങ്ങൽ, അബ്ദുൽ ജലാൽ, ES ബക്കർ, ഷാഹുൽ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ GLP സ്കൂളിൽ ശീതീകരിച്ച ക്ലാസ് മുറികൾ തുറന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. BR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, ലത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സിൽ ചേർന്നിരിക്കുകയാണ്. ബാദിറയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. കഴിഞ്ഞ ദിവസം +2 പരീക്ഷ കഴിഞ്ഞ് മടങ്ങവേ വീടിനടുത്ത് വഴിയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ട ബാദിറയുടെ വീട്ടിലേക്കാണ് ആശ്വാസ വാക്കുകളുമായി മന്ത്രി എത്തിയത്.
വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തിയയാളെ വനപാലകർ പിടികൂടി. വെള്ളിക്കുളങ്ങര സ്വദേശി ജോയിയാണ് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. 58 കിലോഗ്രാം വരുന്ന ചന്ദനത്തടി വിൽപ്പനയ്ക്കായി സ്കൂട്ടറിലെത്തിച്ച് മാഫിയ സംഘങ്ങളെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ചന്ദനം മുറിച്ചു കടത്തിയ കേസിൽ നേരത്തെ പലതവണ ഇയാൾ പിടിയിലായിട്ടുണ്ട്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ത്രൈമാസ പ്രസംഗ പരിശീലന കോഴ്സിന് തുടക്കമായി. റിട്ടയർഡ് ഡിവൈഎസ്പി ഡോക്ടർ കെ ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗിരീഷ് സി ഗീവർ, ജയശങ്കർ പാലിശ്ശേരി, ബാബു വർഗീസ്, പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ 103-ാം വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും ആഘോഷിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, എഴുത്തുകാരി ഡോക്ടർ മോളി ജോസഫ് മാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളെയും സ്വാഗതം ചെയ്തു. വാർഡ് മെമ്പർ തയ്യാറാക്കുകയും ചെയ്തു. 2025-2026 ദിനാചരണം നടത്തി. 5 വർഷത്തിനുള്ളിൽ ടേബിൾ ടെന്നീസിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന വിദ്യാലയമായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വിദ്യാനികേതൻ മാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ടേബിൾ ടെന്നീസ് പരിശീലനം UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും പൂർത്തീകരിച്ചതായി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോയ് ആലപ്പാട്ട് പറഞ്ഞു. പരിശീലകരായ മിഥുൻ ജോണി, ആദർശ് ടോം, ബിലാൽ, MP ഷാജു തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ 257 വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. BPL വിഭാഗത്തിൽപ്പെട്ട 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ചാലിശ്ശേരി കാത്തലിക് സിറിയൻ ബാങ്കിന്റെ സഹകരണത്തോടെ സൈക്കിളുകൾ നൽകിയത്. ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സൈക്കിളുകൾ വിതരണം ചെയ്തത്. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M ബാലാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു, ഹസീന, അഷ്റഫ്, ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് തോമസ് അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് തോന്നുന്നു. ഈ മുതല അതിനോടൊപ്പം തങ്ങൾക്ക് ലഭിക്കുന്ന സൈക്കിളിന്റെ ഉപയോഗത്തെ പറ്റിയും അതിന്റെ പാവറട്ടി പ്രസ് ഫോറം ഇഫ്താർ സംഗമം നടത്തി. പാവറട്ടി ജോളി വില്ല ഹാളിൽ നടന്ന ഇഫ്താർ സാംസ്കാരിക സംഗമം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TT മുനീഷ് അധ്യക്ഷത വഹിച്ചു. വെങ്കടൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹബീബ്, പ്രസ് ഫോറം ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, K സുനിൽകുമാർ, അഫ്സൽ പാടൂർ, ഉസ്മാൻ കുട്ടുത്ത്, ഷെഫീഖ് വെൺമനേനാട്, NJ ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആനി, PTA അംഗങ്ങളായ സ്നേഹ, പ്രവീണ, ശ്രുതി, നിപേഷ് എന്നിവർ സംസാരിച്ചു. 1 വർഷം കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും സ്വായത്തമാക്കിയ ശേഷികളുടെ വിവിധങ്ങളായ പഠന മികവുകളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും പ്രദർശനങ്ങളും നടത്തി. നാടക രൂപത്തിൽ ഒക്കെ പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ സമയത്ത് കാണാൻ വരണം. നിങ്ങൾ നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് ആചരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. ഡോക്ടർ VC ബിനോജ്, പ്രധാന അധ്യാപിക ശ്രീജ M, PTA പ്രസിഡന്റ് ശരണ്യ, സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,870 രൂപ, പവന് 1,18,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാണിജ്യവാതക സിലിണ്ടറിന്റെ ക്ഷാമം രൂക്ഷം, ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾക്ക് പൂട്ടുവീഴുന്നു. വിവാഹ സദ്യ ഉൾപ്പെടെ മുടങ്ങുമെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. ചിമ്മിനിയിൽ വനം വകുപ്പ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് കൊല്ലപ്പെട്ടത്. ആനയുടെ ആക്രമണം ഫയർലൈൻ ജോലിക്കായി വനത്തിലെത്തിയപ്പോൾ. നാട്ടികയിൽ CC മുകുന്ദന് കോൺഗ്രസ് പിന്തുണയില്ല. മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടി. നാട്ടികയിൽ സുനിൽ ലാലൂർ UDF സ്ഥാനാർത്ഥിയായി. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളി നടേശനെ മാറ്റി. SNDP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.